സി എ ആണ് എന്നെ ഒരു തീവ്ര നാഷണലിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സി എയും അതിനനുബന്ധമായി നടന്ന സംഭവങ്ങളുമാണ്. ഒരു ഭയങ്കരം ഹ്യൂജ് ഡേറ്റയാണ് എൻ്റെ ഫ്രണ്ടിൽ സി എ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കളക്ട് ചെയ്യേണ്ടി വന്നത്. തുടങ്ങുന്നത് കേരളത്തിൽ കടയടച്ച് സി എ പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ബ്ലീഡ് ഇന്ത്യ ബൈ 1000 കട്ട്സ് എന്നുള്ള എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പാകിസ്ഥാന് നേരിട്ട് ഇന്ത്യയെ തോപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് ചൈനയുടെയും വെളിയിലെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടി ഇന്ത്യയെ ഒരു തേർഡ് വേൾഡ് കൺട്രിയാക്കി മൂന്നാമത്തെ ഒരു രാജ്യമാക്കി. ഇവിടുത്തെ മെജോറിറ്റിയെ ഒരു 8th ക്ലാസ് സിറ്റിസൺ ആക്കി. ഒരു 8ാമത്തെ തരത്തിൽ അവരെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും കൊണ്ട് ഭരിക്കാനുള്ള ഒരു സിറ്റിസനാക്കി നിർത്താനുള്ള പ്ലാനുകളാണ് ഈ കൺട്രികൾ കുറച്ച് നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സി എ എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ഓഫ് എനി പേഴ്സൺ ഈസ് ഡിസൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് സിറ്റിസൺഷിപ്പ് റൂൾ 2009. ഒരാൾക്ക് സിറ്റിസൺസ് കൊടുക്കുന്നത് സിറ്റിസൺഷിപ്പ് റൂളിൽ കൂടെയാണ്. ഈ റൂള് ബേസ്ഡ് ഓൺ സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് 1955 ദിസ് റൂൾ ഈസ് പബ്ലിക്കലി ഇൻ ഫ്രണ്ട് ഓഫ് എവരി വൺ. ഈ റൂൾ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ആലോചിക്കണം, സി എ വന്ന് പെട്ടെന്നാണ് ഇവിടെ സമരം സി എക്കെതിരെ വന്നത്. മുസ്ലിമുകളെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാവർക്കും സിറ്റിസൺസ് കൊടുക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ് നമ്മൾ ഇതിലേക്ക് സമരം വന്നത്. എന്നിട്ട് സമരത്തിന് പെട്ടെന്ന് ഈ നിയമം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. നിങ്ങളിപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ അന്താളിച്ചു പോകും. ഈ ആൾക്കാർക്ക് ഇതെല്ലാം മനസ്സിലായിട്ടാണോ ഇത്രയും ആൾക്കാർ റോഡിലേക്ക് ഇറങ്ങിയെന്ന്? ഇല്ല, ഇത് കൃത്യമായിട്ട് ഇന്ത്യയെ തകിടം മറിക്കാനും ഇവിടെ പോപ്പുലേഷൻ ഇംബാലൻസ് കൊണ്ടുവന്ന് രാജ്യത്തെ ഇവരുടെ വരുതിയിലാക്കാനും ഭരണശിലാ കേന്ദ്രങ്ങളിൽ ഒരിക്കലും ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് വരരുത്. അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് മെജോറിറ്റിയെ എപ്പോഴും സപ്രസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കണം എന്നുള്ളൊരു പ്ലാൻ്റെ ഭാഗമായിട്ടാണ് സി എ ഒരു ടൂളാക്കി ഉപയോഗിച്ചത്. ഈ ടൂളായിട്ട് ഉപയോഗിച്ചതിന് പുറകിൽ അവർ 2 രാജ്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ വെളിരാജ്യങ്ങളുടെ സപ്പോർട്ട് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറയ്ക്കാനും കൂടെയാണ്. സി എയുടെ മെജോറിറ്റി ഓഫ് ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ്, സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ, സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ, സിറ്റിസൺഷിപ്പ് ബൈ ഇൻകോർപ്പറേഷൻ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ട്രാഫിക് റൂൾ തന്നെ നേരെ പാലിക്കാൻ വേണ്ടി ആൾക്കാർ 70-75 കൊല്ലത്തിൽ കൂടുതൽ എടുത്തിട്ട് നമ്മൾ ഇന്നും റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആളുകൾ നടക്കുന്നത് ഏത് സൈഡിൽ കൂടെയാണെന്ന് ആളുകൾക്ക് അറിയില്ല, വണ്ടി ഓടിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല, ഹോങ്ക് ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഹോങ്ക് ചെയ്യുക. ഒരു ട്രാഫിക് റൂളിൽ നിന്ന് കഴിഞ്ഞാൽ പോലും ബേസിക് മാനേഴ്സ് പാലിക്കാത്ത ആൾക്കാർ പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നു. എനിക്ക് സിറ്റിസൺഷിപ്പ് ആക്ട് മനസ്സിലാക്കിയെടുക്കാൻ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഭാഗികമായിട്ടുള്ള റൂൾ മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് ആഴ്ചകളോളം എടുത്തു, ചർച്ചകളോളം ഞാൻ കേൾക്കേണ്ടി വന്നു. പക്ഷേ എന്നെ ആകർഷിച്ച ഒരു കാര്യം ഈ സിറ്റിസൺഷിപ്പ് ആക്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രതികരിച്ച ആൾക്കാരെയും ആ കമ്പനികളെയാണ്. ഞാൻ കമ്പനികൾ കുറച്ച് വായിക്കുക, എന്നിട്ട് ബാക്കി ഈ ഡിസെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് 2-3 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് ഇതിനകത്തുള്ള കളി ഞാൻ പറയാം. ഓൾ ഹംദർദ് പ്രോഡക്ട്സ്, ഹക്കീം അബ്ദുൾ ഹമീദ് എന്ന് പറഞ്ഞിട്ട് പ്രോഡക്ട്സിൻ്റെ ആ കമ്പനി, KK ഫുഡ്സ്, അജ്മി, VKC, ഇവർ കേരളത്തിൽ അതിഭീകരമായിട്ട് സിറ്റിസൺഷിപ്പിന് വേണ്ടി ഫണ്ട് ചെയ്യുകയും എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് സമരത്തിന് വേണ്ടി ഫണ്ട് ചെയ്യുമെന്ന് ഞാൻ ആരോപിക്കുന്നു. ഇവരാണ് കേരളത്തിൽ ഇത്രയും ആൾക്കാരെ ഇറക്കിയത്. ഇവർക്ക് ഫണ്ട് ചെയ്യുകയോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഹലാൽ എക്കണോമിയെ പോലെ. നമ്മൾ കേട്ടുള്ള ഹിമാലയ കമ്പനി, മെട്രോ ഷൂസ്, റെഡ് ടേപ്പ്, ഡാ മിലാനോ, ആക്മി ബ്രാൻഡ്, ഡൽഹി ദർബാറിലെ ഹോട്ടൽ ചെയിൻസ്, 80% ഢാബാസ് ഹൈവേയിലുള്ളത്, ഫരീദ ഫുട്വെയർ, അലാന ഗ്രൂപ്പ്, കരീൻസ് സോഫ്റ്റ്വെയർ, റെഡ് ചില്ലീസ്, ഡേറ്റ സ്മാർട്ട് ESPL, പ്രൊഫഷണൽ കൊറിയർ, ഷഹനാസ് ഹുസൈൻ ഗ്രൂപ്പ്, ST കൊറിയർ, ലിബർട്ടി ഓയിൽ മിൽസ്, ക്വീൻ ബി ടെലികോൺ, സ്പോർട്സ് വീക്ക്, ജാവേദ് ഹബീബ് ജീൻസ് പാർലർ ആൻഡ് ബ്യൂട്ടി സലൂൺ ചെയിൻ, വിപ്രോ സന്തൂർ പ്രോഡക്ട്സ്, ഹാർവസ്റ്റ് ബ്രെഡ്, അങ്ങനെ കണ്ടുള്ള ഒരിത്, സിപ്ല. ഇത്രയും കമ്പനികൾ ചാടി വീണു ഈ സിറ്റിസൺഷിപ്പിനെ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ ഇത് റിപ്ലൈ ഉള്ള റൂമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓണേഴ്സിനെ പ്ലീസ് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ഫൈൽ ചെയ്യുക. ഞാനിതൊക്കെ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. കാര്യം എന്താന്ന് വെച്ചാൽ, മതപരമായിട്ട് ഒരു വിഭാഗം, ഒരു ഭരണകൂടം എല്ലാം ഇവിടെ ഹൈന്ദവർ മെജോറിറ്റി ആയിട്ട് നിൽക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. അവരെ അടിച്ചമർത്തി ഈ രാജ്യം മറ്റവരുടെ കയ്യിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് എക്കണോമിക്കലി പല പൊസിഷനിലെത്തിയതിനു ശേഷം അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തെ തുടങ്ങിയത്. ബ്ലീഡ് ഇന്ത്യ ബൈ 1000 കട്ട്സിൻ്റെ ഭാഗമായിട്ട് ഭാരതത്തിനകത്ത് തന്നെ 2.5 ഫ്രണ്ട് വാറിലെ ഹാഫ് ഫ്രണ്ട് പോപ്പുലേഷൻ ഇംബാലൻസ് നടത്തിയാണ് അവർ ശ്രമിക്കുന്നത്. അതിന്
ഭീകരമായിട്ട് അവർ മുന്നിലോട്ട് പോയിരിക്കുന്നത് ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ. 84-82% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് 10% കുറഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ വാദം. 10% ആണ് ഭാരതത്തിൽ ഡിക്രീസ് ആയിരിക്കുന്നത്. കൺവേർഷനിലൂടെയും പിന്നെ ബ്രെയിൻ വാഷിങ്ങിലൂടെയും ലൂറിങ്ങിലൂടെയും ട്രാപ്പിലൂടെയും പല രീതിയിലും അവർ ആൾക്കാരെ കൺവേർട്ട് ചെയ്ത് മറ്റു സൈഡിലോട്ട് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഹലോ, ഞാൻ ഇതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒന്ന് പ്ലീസ് ഒരു മിനിറ്റ്. അപ്പോൾ ഈ സെൻസസ് 2011 ശേഷം 2011 ശേഷം പല സ്റ്റേറ്റുകളിലും എടുക്കാതിരിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇംബാലൻസിന്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 10%-ഓളം അനുമാനം 10%-ന് മേളിലായിട്ട് കുറഞ്ഞിരിക്കുന്നതിന്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഈ എക്കോ സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്ത് ഇതിനെ കൃത്യമായിട്ട് ഫണ്ട് ചെയ്ത് നടത്തുന്നുള്ളതാണ്. അതിന്റെ തെളിവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2009 കഴിഞ്ഞ ദിവസം പറഞ്ഞ ലവ് ജിഹാദ് എന്നുള്ള കേരളത്തിൽ മാത്രമുള്ള ഈ കൊച്ചു സ്റ്റേറ്റിൽ മാത്രമുള്ള ഒരു കോർട്ടിന്റെ വരുണാണ് ചോദിച്ചു, വരുൺ, യു ക്യാൻ ചെക്ക് ദ ഹൈക്കോർട്ട്സ് മെൻഷൻ ഓഫ് ലവ് ജിഹാദ്. അവിടെ കൺവേർഷൻ റേറ്റ് പറയുന്നുണ്ട്. കേരളത്തിൽ മാത്രം ഒഫീഷ്യലായിട്ട് ഒരു ഹൈക്കോർട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അതാണ് പറഞ്ഞത്. നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഈ കമ്പനിയിലെ ആൾക്കാർ ആരൊക്കെയാണ് സ്വന്തമായിട്ട് സെർച്ച് ചെയ്യും. എനിക്ക് ഒത്തിരി സെർച്ചിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഡേറ്റാസാണ് ഞാൻ ഈ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വയ്ക്കുന്നത്. എനിക്ക് എല്ലാത്തിനും പോയി തെളിവ് തരാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഇൻപുട്സ് വെച്ചിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ കമ്പനികൾ ആരുടെയൊക്കെയാണ്, പാകിസ്ഥാന്റെ ചൈനയുടെ ഇൻവോൾവ്മെന്റ് എന്താണ്, ഇവിടെ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവരാൻ കാരണം എന്താണ്, CAA കൊണ്ടുവരാൻ കാരണം എന്താണ്, അങ്ങനെ ഡിഫറെന്റ് കണക്റ്റിംഗ് ഡോട്ട്സ് എന്ന് പറയും. ഇതും ഞാനൊരു ചർച്ചയിൽ പറഞ്ഞത്. നിങ്ങൾ പണ്ട് ബാലരമി പൂമ്പാറ്റയെ കിട്ടാൻ നേരത്തെ അതിന് കുത്തായിട്ട് ഒരു പടം തരും. നമ്മൾ ഫുൾ പെൻസിൽ വെച്ച് വരച്ചു വരുമ്പോഴായിരിക്കും ഈ പടം ഒരു ബട്ടർഫ്ലൈയുടെ ആണെന്ന് മനസ്സിലാവുന്നത്. അതേപോലെ നിങ്ങൾ ഇതെല്ലാം പല കാര്യത്തിൽ നിന്ന് ഡേറ്റ എടുത്തതിന് ശേഷം നിങ്ങൾ കണക്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതെല്ലാം ഒത്തുചേരുന്നുണ്ടല്ലോ, ഇതൊരു വലിയ പ്രസ്ഥാനത്തിന്റെ രീതിയിൽ വന്നതാണല്ലോ എന്നുള്ളത്. എനിവേ, ഇന്ത്യക്കെതിരെ ഈ സമയത്ത് പോസ്റ്റ് ചെയ്ത കമ്പനികൾ ഞാൻ ഒരാളെയും വെറുതെ വിടില്ല. കാരണം അത് എൻ്റെ ഫൈൻഡിങ്ങിൽ നിന്ന് ഡേറ്റ ഞാൻ ട്വിറ്ററിൽ നിന്ന് കഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാക്കിയത് ഞാൻ സേവ് ചെയ്ത് വെച്ചതാണ്. ഇന്ത്യക്കെതിരെ പോസ്റ്റ് ചെയ്തത് ഈ കമ്പനികൾ, ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനികൾ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടി ഉപയോഗിക്കുക. ഇനി തെളിവുള്ള, നേരത്തെ വരുണിനെ തന്നെ മെൻഷൻ ചെയ്തോടെ പറയുകയാണ്, തെളിവുള്ള ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കെതിരെ ഇട്ട കമ്പനികൾ KFC CAA-ക്കെതിരെ പ്രസ്താവന നടത്തിയിരുന്നു. പിസ്സ ഹട്ട്, ഹുണ്ടായ്, ഒസാക്ക ബാറ്ററീസ്, ഇസുസു D-Max, ബോഷ് ഫാർമസ്യൂട്ടിക്കൽസ്, അറ്റ്ലസ് ഹോണ്ട ലിമിറ്റഡ്, കിയ മോട്ടോഴ്സ്, ക്രോസ് റോഡ്, ഡോമിനോസ്. ഇവരെന്തിനാന്ന് ഇങ്ങനെ ഇട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കണക്ഷൻ നോക്കുക, ഇവരുടെ ഇൻട്രസ്റ്റ് നോക്കുക, പിന്നെ ഇതിന്റെ പുറകിൽ ആരൊക്കെയാണെന്നുള്ളത് നോക്കുക. നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ടാണ്. ഞാനിത് നേരിട്ട് ഇവരുടെ ട്വീറ്റുകൾ കണ്ടതാണ്, അല്ലെങ്കിൽ ഇവരുടെ പ്രതികരണങ്ങൾ കണ്ടതാണ്. ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റവും ഇതിന് പുറകിൽ വർക്ക് ചെയ്യുന്നു. ഇത്രയാണ് എൻ്റെ ഫൈൻഡിങ്സ്.